ഏതൊരു എക്സാം വരുന്നതിന് മുന്നേയും എൻട്രിയിൽ ഒരു ക്യാമ്പയിൻ നടക്കാറുണ്ട്. എക്സാം വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഡെഫിനറ്റ്ലി അത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 2026 ആവും. 2026 അല്ലെങ്കിൽ ഇനി ഒരുപാട് കാലം വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും അവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും സബ് എഞ്ചിനീയർ എക്സാം ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എക്സാം ജസ്റ്റ് മിസ് ചെയ്ത് പോയ ആളുകളുണ്ടാവും, അതായത് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ കഴിയാതെ പോയ ആളുകളുണ്ടാവും. സോ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു എക്സാം എന്ത് എന്നുള്ള ചിന്തയിലായിരിക്കും ഭൂരിഭാഗം വിദ്യാർത്ഥികൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ അതായത് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടില്ല അല്ലേ, 2023 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഇയർ ആണ്. ഞാൻ മുമ്പേ അത് പല വെബിനാറുകളിലും പല സെഷൻസുകളിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2023 അതൊരു ഗോൾഡൻ ഇയർ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡെഫിനറ്റ്ലി അത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 2026 ആവും. 2026 ഇനി എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ഗോൾഡൻ ഇയർ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2026, 27 സമയങ്ങളിലായിരിക്കും ഇതുപോലൊരു സീസൺ ഇനി വരാൻ പോകുന്നത്. സീസൺ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയാണ്, ഒരു എക്സാം സീസൺ തന്നെ അല്ലേ. എല്ലാ കാറ്റഗറി ഓഫ് എക്സാമും നടന്നു, അതായത് ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ നടന്നു, അതേപോലെ ഓവർസിയർ ഗ്രേഡ് 1 ഗ്രേഡ് 2 എക്സാമുകൾ നടന്നു, അതേപോലെ തന്നെ സബ് എഞ്ചിനീയർ എക്സാം നടന്നു, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം നടന്നു, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം നടന്നു. എന്ന് വെച്ചാൽ എല്ലാ എക്സാംസുകളും, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് വേണ്ട എക്സാമുകളുടെ ഒരു സീസൺ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ളത്. സോ രണ്ട് രീതിയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ എക്സാം ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലേക്ക് പോയതുകൊണ്ട് മാത്രം കിട്ടാതെ പോയ ആളുകൾക്ക് വല്ലാത്തൊരു റിഗ്രറ്റ് ഉണ്ട്, ഇനി എന്ത് എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഓപ്പർച്യൂണിറ്റി വരുമോ, അല്ലെങ്കിൽ ഇനി ഒരുപാട് കാലം വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും അവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. സോ അവരുടെ അഡ്രസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു എക്സാം നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ അവസരങ്ങളൊന്നും ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വീണ്ടും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരികയാണ്. അത് മറ്റൊന്നുമല്ല, RRB JEE എക്സാം തന്നെയാണ്. അതായത് ഏതൊരു എക്സാം വരുന്നതിന് മുന്നേയും എൻട്രിയിൽ ഒരു ക്യാമ്പയിൻ നടക്കാറുണ്ട്. എക്സാം വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ. അത് സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി 3 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അത് ഇത്തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്തവണ സബ് എഞ്ചിനീയറിന് വേണ്ടിയല്ല, ഇത്തവണ RRB JEEക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2019 അവസാനമായിട്ട് RRB JEE എക്സാം നടന്നിട്ടുള്ളത്. ഇത് 2024 പോവുകയാണ്. ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ജോലി എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും RRB JEE എക്സാം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ മിക്കവാറും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ പോകുന്നത് ഇനി നോട്ടിഫിക്കേഷൻ വരുമോ, ഇനി എങ്ങാനും വന്നില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു സംശയവും വേണ്ട, RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് ജൂനിയർ എഞ്ചിനീയർമാരില്ലാണ്ട് റെയിൽവേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ വേക്കൻസികൾ, RRB JEE വേക്കൻസികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ജാനുവരി ഫെബ്രുവരി സമയങ്ങളിലാണ് മിക്കവാറും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ. ജാനുവരി ഫെബ്രുവരി സമയങ്ങളിൽ അത് തന്നെ വരുന്ന 100% ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറയാണ്, നോട്ടിഫിക്കേഷനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇലക്ഷൻ വരുന്നുണ്ട് അല്ലെ, നെക്സ്റ്റ് ഇയർ ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ട്. സോ അതിന്റെ മുന്നോടിയായിട്ട് സാധാരണ ഗവൺമെന്റുകൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. സോ നിങ്ങൾക്കറിയാം, ഏപ്രിലാണ് എന്ത് നടക്കാൻ പോകുന്നത്, ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. സോ അതിന്റെ മുന്നേ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ കിടക്കുന്നുണ്ട്. സോ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ട് എവിടെ തന്നെ കൊടുക്കുക, RRB JEEക്ക് തന്നെ കൊടുക്കുക. ഞാൻ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് RRB JEE ഇലക്ട്രിക്കൽ സിലബസിനെ കുറിച്ചും അതേപോലെ ആ എക്സാമിനെ കുറിച്ചുമാണ് കൂടുതലായിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ എക്സാമിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് തന്നെ അറിയണം. അതായത് ഏതൊരു എക്സാം ആണെങ്കിലും അതിന്റെ ഒരു പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ സബ് എഞ്ചിനീയർ എക്സാം ആണെങ്കിൽ സബ് എഞ്ചിനീയർ എക്സാമും അതിന്റെ ഇന്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യം ടയർ 1 എക്സാം ഉണ്ടാവും, CBT 1 ഉണ്ടാവും, അതേപോലെ തന്നെ ടയർ 2 എക്സാം CBT 2 ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഇതൊന്നും മാർക്കുള്ളതല്ല. ഈ 2 സെക്ഷനാണ്, RRB JEE CBT 1 ആൻഡ് CBT 2 ആണ്. മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ CBT 2 മാർക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇനി RRB JEE വലിയൊരു എന്താ പറയാ, ഒരു ഡേഞ്ചർ സൈഡ് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങളിപ്പോൾ സബ് എഞ്ചിനീയർ എക്സാമിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കലി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോൺ ടെക്നിക്കലിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് CBT1 ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT1 എന്തില്ല, ടെക്നിക്കലായിട്ട് ഒന്നുമില്ല, കംപ്ലീറ്റ് നോൺ ടെക്നിക്കലാണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസുകളാണ്. ഞാൻ ഈ സിലബസിലേക്ക് വരാട്ടോ, ഇതിന്റെ സിലബസിലേക്ക് ഞാൻ വരാം. അതായത് നോൺ ടെക്നിക്കൽ സിലബസ് ആണ് എവിടെ വരുന്നത്, CBT1 വരുന്നത്. സോ CBT2 എന്ത് വരുന്നുണ്ട്, CBT2 നോൺ ടെക്നിക്കലും ടെക്നിക്കലും രണ്ടും വരുന്നുണ്ട്. സോ നോൺ ടെക്നിക്കൽ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി ടയർ 1 ഫെയിൽ ആവും. ടയർ 1 മിക്കവാറും നല്ല കണ്ടന്റ് ഉള്ള ആളുകൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ടയർ 2 പോകുമ്പോൾ ടയർ 2 പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരും അല്ലേ. ഈവൻ നന്നായിട്ട് ടെക്നിക്കലി നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ടയർ 1 ഒന്ന് ക്വാളിഫൈ ചെയ്ത് കിട്ടിയാൽ മതി, ഡെഫിനറ്റ്ലി ടയർ 2 നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. അപ്പോൾ ആ ഒരു എന്താ പറയുക ഡേഞ്ചർ സൈഡ് അവിടെ കിടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നോൺ ടെക്നിക്കലിൽ തന്നെയാണ്. പാരലലായിട്ട് ടെക്നിക്കൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ RRB JEE CBT1 1.5 hours, അതായത് 90 minutes ഉള്ള ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് 30 മാർക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ അവയർനെസ് 15, ജനറൽ സയൻസ് 30, അങ്ങനെ ടോട്ടൽ 100 മാർക്സ് ആണ് എന്ത് ചെയ്യാറുള്ളത് CBT1 വരുന്നത്. ഓരോ റീജിയണിലും ഇതിൽ എത്ര മാർക്ക് കിട്ടണം എന്ന് ചോദിച്ചാൽ ഓരോ റീജിയണിലും എന്താണ് ഡിഫറെന്റ് ആണ് കേട്ടോ, ഓരോ റീജിയൺ. അതായത് RRB JEE എക്സാമിന്റെ പ്രത്യേകത, നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് റീജിയൻസിലേക്ക് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതായത് ട്രിവാൻഡ്രം സെക്ഷൻ അപ്ലൈ ചെയ്യാം, ചെന്നൈ സെക്ഷൻ അപ്ലൈ ചെയ്യാം, ബാംഗ്ലൂർ സെക്ഷൻ അപ്ലൈ ചെയ്യാം, സെക്കന്ദരാബാദ്, അലഹബാദ് എന്ന് വേണ്ട പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഓരോ റീജിയനിലും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തായിരിക്കും കട്ട് ഓഫ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. റീജിയൻ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഐഡിയ തരാം. പക്ഷെ ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ സീരീസ് ഓഫ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരാൻ പോവാണ്. ഇനിയും ഒരുപാട് തുടർന്നുള്ള സെക്ഷൻസുകൾ, RRB JEE ബന്ധപ്പെട്ട സെഷൻസുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു തുടക്കം മാത്രമാണ്, അതിലേക്കൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സോ CBT1 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 90 minutes ആണ്. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ഇതിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ടയർ 2 എക്സാം എഴുതാൻ പറ്റുക. ടയർ 2ന്റെ മാർക്ക് മാത്രമായിരിക്കും എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ടാവുക, പരിഗണിക്കുന്നുണ്ടാവുക. ഓക്കെ, ടയർ 2 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ 2 ഇവിടെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതായത് ജനറൽ അവയർനെസ്സിൽ 15, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ 15, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 10, അതേപോലെ എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷനിൽ 10. ഈ ഒരു മാർക്സ് അത് 50 മാർക്സ്. പിന്നെയാണ് ടെക്നിക്കൽ എബിലിറ്റി. ഇവിടെയാണ് നിങ്ങൾ ട്രേഡിൽ നിന്നുള്ള 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ടോട്ടൽ 120 minutesൽ 150 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടാവുക. അതിൽ 50 നോൺ ടെക്നിക്കൽ ആൻഡ് 100 ക്വസ്റ്റ്യൻസ് ടെക്നിക്കലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതിൽ അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളെ റാങ്ക് ഡിസൈഡർ ആയിട്ട് മാറാൻ പോകുന്നത്. സോ ഇതിൽ ജനറൽ അവയർനെസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടയർ 1 ഉണ്ട് അല്ലേ, ജനറൽ അവയർനെസ് ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് അവിടെ വരുന്നുണ്ട് അല്ലേ. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ടയർ 2 എൻറ്റയർലി ന്യൂ ആണ് അല്ലേ. അതായത് ടയർ 1 കമ്പയർ ചെയ്യുമ്പോൾ ടയർ 2 കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാൻ വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെയാണ് ടെക്നിക്കൽ എബിലിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. സോ ഒരിക്കലും ടയർ 1 എക്സാം കഴിഞ്ഞിട്ട് ടയർ 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ചൊരു ധാരണ ആദ്യമേ ഉണ്ടാക്കിയെടുക്കണം. പണ്ട് RRB JEE എക്സാം നടക്കുമ്പോൾ ഇന്റർവ്യൂ ഉണ്ടാവാറുണ്ടായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ കുറെ മുന്നേ ആണ് കേട്ടോ, അതായത് 2010 മുന്നെയാണ്. സോ ആ സമയത്തൊക്കെ ഒരുപാട് എന്താ പറയാ തെറ്റായ പ്രവണതകൾ, അതായത് ഇന്റർവ്യൂ എന്താണ് പൈസ വാങ്ങിയിട്ട് ഇന്റർവ്യൂ എടുക്കുക, അതുകൊണ്ട് തന്നെ പല ആളുകൾ പിന്തള്ളപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ RRB JEE അങ്ങനത്തെ യാതൊരു എന്താ പറയാ മാൽ പ്രാക്ടീസും നടക്കുന്നില്ല. RRB JEE നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് ഈ CBT2ന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താണ് മാൽ പ്രാക്ടീസ് അവിടെ നടക്കില്ല. നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് JEE പോസ്റ്റ്, JEE ഇഷ്ടം പോലെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പോസ്റ്റ് ഉണ്ട് കേട്ടോ. മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആവാൻ, ഡിസൈൻ എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ ഓഫീസ് ഡ്യൂട്ടി ആണ് വരിക. അതേപോലെ ട്രാക്ക് ആൻഡ് മെയിൻ്റെനൻസ് അത് കുറച്ച് ഹാർഡാണ്. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റിംഗ് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് RRB JEE എക്സാമിന്റെ പ്രത്യേകത. ഇൻ ഹാൻഡ് സാലറി ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു 50+ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. 50+ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള സാലറി എന്ന് പറയുന്നത്. സോ
ഇതൊരു ബിഗർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇനി ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽഡ് സിലബസിലേക്കല്ല പോകുന്നത്, ഒന്ന് മനസ്സിലാക്കാനാ. അതായത് നമ്മൾ എത്രത്തോളം എത്തിയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇനി എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനുമാണ് ഞാൻ ഈ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ബേസിക് കോൺസെപ്റ്റ് വരുന്നുണ്ട്, സർക്യൂട്ട് ലോസ്, മാഗ്നറ്റിക് സർക്യൂട്ട്, അതേപോലെ AC ഫണ്ടമെന്റൽ, മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, സിങ്ക്രണസ് മെഷീൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വലിയ ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഇവിടെ ഇല്ല അല്ലേ. വലിയ ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഭയങ്കര അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ആവണമെന്നില്ല, പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം, കമ്മിറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ ദ റേസ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള സോണുകളിൽ വന്ന കട്ട് ഓഫുകളാണ് കേട്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ. ഇപ്പൊ നമ്മൾ ജനറൽ നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദിൽ 2015 64ആയിരുന്നു, 2019 65ആയി. അജ്മീറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 63, 2015 63, അഹമ്മദാബാദിൽ 62 സിമിലർ ആണ്. ബാംഗ്ലൂരാണ് കഴിഞ്ഞ പ്രാവശ്യം ഞെട്ടിച്ചത് കേട്ടോ. അതായത് ബാംഗ്ലൂർ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തില്ലായിരുന്നു കേട്ടോ. അതായത് കോമ്പറ്റീഷൻ കൂടുന്നു വിചാരിച്ചിട്ട് ബാംഗ്ലൂർ അപ്ലൈ ചെയ്യാതിരുന്നു. പക്ഷെ ബാംഗ്ലൂർ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ കട്ട് ഓഫ് വന്നത്. 53 എന്നുള്ളൊരു കട്ട് ഓഫ് ആയിരുന്നു ബാംഗ്ലൂർ വന്നത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരു 60 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു 60 നല്ലോണം കട്ട് ഓഫ് കയറിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് എന്താണ്, ഗോരഖ്പൂരിൽ നല്ലോണം കട്ട് ഓഫ് കയറിയിട്ടുണ്ട്, അതേപോലെ ചണ്ഡീഗഡിൽ നല്ലോണം കട്ട് ഓഫ് കയറിയിട്ടുണ്ട്, ഗുവാഹട്ടിയിൽ കയറിയിട്ടുണ്ട്, ദെൻ മാൽഡയിൽ കയറിയിട്ടുണ്ട്, ദെൻ ട്രിവാൻഡ്രം പ്രത്യേകം പറയണം. കഴിഞ്ഞ 2015 കട്ട് ഓഫ് കുറവായിരുന്നു, 2019 എത്തിയപ്പോൾ അത് 73 മാറിയിട്ടുണ്ട്. റാഞ്ചിയിൽ അത് 75 പാട്നയിൽ അത് 79 മുസാഫർപൂരിൽ അത് 74 സോ ഓരോ റീജിയൻസ്, സെക്കന്ദരാബാദിൽ 68 അല്ലെ. ഓരോ റീജിയൻസിലും വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു റീജിയൻ സെലക്ട് ചെയ്യുക? കട്ട് ഓഫ് മാത്രം നോക്കിയിട്ടാണോ? ഒരിക്കലും അല്ല കേട്ടോ. എങ്ങനെ ഒരു റീജിയൻ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം, എങ്ങനെ ഒരു റീജിയൻ സേഫ് ആയിട്ടൊരു റീജിയൻ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് പറയുന്നതിന് മുന്നേ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറയട്ടോ. ആദ്യം ഞാൻ എങ്ങനെ സേഫ് സോൺ സെലക്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. രണ്ടാമത്തേത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒന്നാമത്തത്, അതായത് നിങ്ങൾക്കൊരു ജോബ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കൊരു ജോബ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചിന്തിക്കുക, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സാലറി കൂടുതൽ ഒരു ജോബിലേക്കൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജമ്മു കാശ്മീരിൽ അപ്ലൈ ചെയ്യാം, അത്രയും ദൂരം നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. ഡൽഹിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. സോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും നിയറസ്റ്റ് ട്രിവാൻഡ്രം സെക്ഷനോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സെക്ഷനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾക്കിപ്പോൾ നിലവിൽ ജോബൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയേ മതിയാവും എന്നുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരൊറ്റ ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് എന്ത് സംഭവിച്ചാലും എനിക്ക് RRB JEE ആയേ മതിയാവും, അങ്ങനെ ഒരു എന്താണ് ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ചോയ്സ് എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ, വേക്കൻസി ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സേഫ് സോൺ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി. സോ ആ രീതിയിൽ നിങ്ങൾ സേഫ് സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 2 സാധ്യതകളാണ്. ഒന്ന്, നമ്മൾ എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് ദൂരെയാണെങ്കിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ എന്താണ് നമ്മുടെ ഫാമിലി ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതല്ല, നമ്മൾ എന്താണ് കുറച്ചുകൂടി അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും അതേപോലെ എന്താ പറയുക കുറച്ചുകൂടി ഹാപ്പിനെസ്സും നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളെടുത്ത് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് RRB JEE എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. RRB JEE സീരീസുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇനി ഞാൻ പറയും പോലെ ഈ വീഡിയോന് താഴെ മിക്കവാറും ആളുകൾ കമന്റ് ചെയ്യാൻ പോകുന്നത് ഇനി എന്തെങ്കിലും വരുമോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വന്നാലും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഈ എക്സാം എന്ന് പറയുന്നതാണ് എൻട്രി ഇലക്ട്രിക്കൽ ടീമിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ എല്ലാവരും സിൻസിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫിൽ ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.